ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ അപഗ്രഥന ക്ലാസ്സിൽ ഈ ക്ലാസ്സിൽ നാം 2 രാജാക്കന്മാരുടെ പുസ്തകമാണ് പരിശോധിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം രാജാക്കന്മാരുടെ പുസ്തകത്തെക്കുറിച്ച് പൊതുവായിട്ടും 1 രാജാക്കന്മാരുടെ പുസ്തകവും പരിശോധിക്കുകയുണ്ടായല്ലോ. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ശലോമോൻ്റെ വാഴ്ചയുടെ കാലഘട്ടവും വിഭജിക്കപ്പെട്ട സാമ്രാജ്യത്തിൻ്റെ ആദ്യത്തെ 80 കൊല്ലത്തെ ചരിത്രവും പരിശോധിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് രണ്ടായിട്ട് ഈ സാമ്രാജ്യം വിഭജിക്കപ്പെടുക മാത്രമല്ല, അവർ പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടാകുമല്ലോ. അങ്ങനെയാണെങ്കിൽ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിവൃത്തം ഇസ്രായേലിൻ്റെ പ്രവാസകാല ചരിത്രമാണ്. ഓർ 2 കിങ്സ് ഈസ് ദ ബുക്ക് ഓഫ് ക്യാപ്റ്റിവിറ്റീസ്. 2 രാജാക്കന്മാരെന്ന് പറയുന്നത് പ്രവാസകാല ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം ആണ്. അപ്പോൾ ആരൊക്കെ എങ്ങനെയൊക്കെ പ്രവാസത്തിലേക്ക് പോയി എന്നുള്ളത് ചുരുക്കത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് 1 രാജാക്കന്മാർ പഠിച്ചപ്പോൾ. എങ്കിലും കുറച്ചുകൂടെ ക്ലിയറായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുവാൻ, ഒന്നാമത് 10 ഗോത്രങ്ങളുള്ള ഇസ്രായേൽ എന്ന വടക്കൻ രാജ്യം അശൂർ രാജാക്കന്മാർക്ക് അടിമകളായി പ്രവാസത്തിലേക്ക് പോയി. അവരിൽ മിക്കപേരും തിരിച്ചു വന്നില്ല. നമുക്ക് 17-ാം അധ്യായം 2 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങൾ വായിച്ചാൽ അവർ പ്രവാസത്തിലേക്ക് പോകുന്നതിൻ്റെ വിശദാംശങ്ങൾ ചുരുക്കി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇസ്രായേൽ മക്കൾ യൊരോബെയാം ചെയ്ത സകല പാപങ്ങളിൽ നടന്നു. അവർ അവയെ വിട്ടുമാറാകിയാൽ യഹോവ പ്രവാചകന്മാരായ തൻ്റെ സകല ദാസന്മാരും മുഖാന്തരം അരുളി ചെയ്ത പ്രകാരം ഒടുവിൽ ഇസ്രായേലിനെ തൻ്റെ സന്നിധിയിൽ നിന്നും നീക്കിക്കളഞ്ഞു. ഇങ്ങനെ ഇസ്രായേൽ സ്വദേശം വിട്ട് അശൂരിലേക്ക് പോകേണ്ടി വന്നു. ഇന്നുവരെ അവിടെ ഇരിക്കുന്നു. അവർ ക്ലിയർ അല്ലേ? ഇപ്പോൾ വായിച്ച ഒന്നുകൂടെ വായിക്കാവണം. ഇങ്ങനെ ഇസ്രായേൽ സ്വദേശം വിട്ട് അശൂരിലേക്ക് പോകേണ്ടി വന്നു ഇന്ന് വരെ അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ ഇടയായില്ല. വെരി ക്ലിയർ. ഇത്രയും കാച്ചിക്കുറുക്കി ആ ഒരു വാക്യത്തിനകത്ത് അവർ പ്രവാസത്തിലേക്ക് പോയ കാര്യം പറഞ്ഞിരിക്കുന്നു. രണ്ടാമത് 2 ഗോത്രങ്ങൾ ചേർന്ന യഹൂദ ബെന്യാമിൻ എന്ന് പറയുന്ന യഹൂദ എന്ന് പറയുന്ന രാജ്യം, തെക്കൻ രാജ്യം, അവർ ബാബിലോണിൻ്റെ അടിമത്തത്തിലേക്ക് പ്രവാസികളായിട്ട് പോകേണ്ടതായിട്ട് വന്നു. യെരുശലേം ദൈവാലയം ഈ സമയത്ത് തീ വെച്ച് നശിപ്പിക്കപ്പെട്ടു. കാരണം അവിടെയായിരുന്നു യഹൂദയുടെ തലസ്ഥാനമായ യെരുശലേമിലാണ് ദൈവാലയം ഉണ്ടായിരുന്നത്. അത് തീ വെച്ച് നശിപ്പിക്കപ്പെട്ടു. എന്നാൽ പ്രവാസത്തിൽ നിന്ന് ഒരു ശേഷിപ്പ് പിൽക്കാലത്ത് മടങ്ങി വരികയും ചെയ്തു. നമുക്കത് നോക്കാം. 25-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം വായിക്കാം. ആദ്യം 25-ന്റെ 21 വായിച്ചാൽ ആ കാര്യം ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ബാബേൽ രാജാവ് ഹമാത്ത് ദേശത്തിലെ റിബ്ലയിൽ വെച്ച് അവരെ വെട്ടിക്കൊന്നു. ഇങ്ങനെ യഹൂദ സ്വദേശം വിട്ടു പോകേണ്ടി വന്നു. പോകേണ്ടി വന്നു. വിശദാംശങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 8-ാം വാക്യം മുതൽ 22-ാം വാക്യം വരെ വായിക്കണം. 8-9 മാത്രം നമുക്കൊന്ന് ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കാം. 5-ാം മാസം 7-ാം തീയതി നെബൂഖദ്നേസർ രാജാവ് എന്ന ബാബേൽ രാജാവിന്റെ 19-ാം ആണ്ടിൽ തന്നെ ബാബേൽ രാജാവിന്റെ ഭൃത്യനായി അകമ്പടി നായകനായ നെബൂസരദാൻ യെരൂശലേമിൽ വന്നു. അവൻ യഹോവയുടെ ആലയവും രാജധാനിയും ചുട്ടുകളഞ്ഞു. യെരൂശലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളൊക്കെയും അവൻ തീ വെച്ച് ചുട്ടുകളഞ്ഞു. അവൻ യഹോവയുടെ ആലയവും രാജധാനിയും ചുട്ടുകളഞ്ഞു. യഹോവയുടെ ആലയവും രാജധാനിയും ചുട്ടുകളഞ്ഞു. യെരൂശലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളൊക്കെയും അവൻ തീ വെച്ച് ചുട്ടുകളഞ്ഞു. അകമ്പടി നായകനോട് കൂടെ ഉണ്ടായിരുന്ന കൽദയ സൈന്യമൊക്കെയും യെരൂശലേമിന്റെ ചുറ്റുമുള്ള മതിലുകളെ ഇടിച്ചു കളഞ്ഞു. നഗരത്തിൽ ശേഷിച്ചിരുന്ന ജനത്തെയും ബാബേൽ രാജാവിനെ ശരണം പ്രാപിച്ചവരെയും പുരുഷാരത്തിൽ ശേഷിച്ചവരെയും അകമ്പടി നായകനായ നെബൂസരദാൻ കൊണ്ടുപോയി. അപ്പം ബാക്കിയൊക്കെ നിങ്ങൾ വായിക്കണം. കൊണ്ടുപോയി ആ കാര്യങ്ങളെല്ലാം 25-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. അപ്പോൾ വളരെ ക്ലിയർ ആയല്ലോ. പ്രവാസകാല ചരിത്രമാണ് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലുള്ളത്. ഇസ്രായേൽ അശൂർ പ്രവാസത്തിലേക്കും യഹൂദ ബാബിലോണിയ പ്രവാസത്തിലേക്കും പോകേണ്ടതായിട്ട് വന്നു. പുസ്തകം നോക്കുകയാണെങ്കിൽ ആകെ 25 അധ്യായങ്ങളാണ് ഉള്ളത്. ആരാണ് ഈ പുസ്തകം എഴുതിയതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. അനോണിമസ്, അജ്ഞാതനായ എഴുത്തുകാരനാണ് എന്ന് ഓർക്കുക. ഈ 25 അധ്യായങ്ങളെ 3 ഭാഗങ്ങളായിട്ടാണ് തിരിക്കേണ്ടത്. 1 മുതൽ 10 വരെ, 11 മുതൽ 17 വരെ, 18 മുതൽ 25 വരെ. 1 മുതൽ 10 വരെയുള്ള ഭാഗത്ത് ഇസ്രായേൽ രാഷ്ട്രഭരണ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? ആദ്യത്തെ 10 അധ്യായങ്ങളിൽ ഇസ്രായേലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, യഹൂദയെക്കുറിച്ചല്ല. അപ്പോൾ ഇത് രണ്ടും കൂട്ടിക്കുഴയ്ക്കാതെ പഠിച്ചെങ്കിലേ കൃത്യമായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
ആ കൂട്ടത്തിൽ ഇസ്രായേൽ രാഷ്ട്ര ഭരണത്തെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഏലീശയുടെ ശുശ്രൂഷയും വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? ഏലിയാവിൻ്റെ ശുശ്രൂഷ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ ഏലീശയുടെ ശുശ്രൂഷ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. 11 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളാണ് രണ്ടാമത്തെ യൂണിറ്റ്. അവിടെ 2 രാഷ്ട്രങ്ങളുടെയും ചരിത്രമുണ്ട്. ഇരു രാഷ്ട്രങ്ങളുടെയും, ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ യഹൂദയുടെയും ചരിത്രമുണ്ട്. പഠിക്കുമ്പോൾ ഇത് ഇസ്രായേലാണോ യഹൂദയാണോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി ഒരു വരയൊക്കെ വരച്ച് വായിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ അത് ഹൃദയത്തിലേക്ക് കയറുകയുള്ളൂ. ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് പ്രവാചകന്മാരെല്ലാം ശുശ്രൂഷിച്ചത്. അതറിയാമായിരിക്കുമല്ലോ. ഈ രാജാക്കന്മാരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് പ്രവാചകന്മാർ. നമ്മുടെ ബൈബിളിൽ 17 പ്രവചന പുസ്തകങ്ങളുണ്ട്. അതെല്ലാം ഈ രാജഭരണ കാലഘട്ടത്തിലാണ് രചിക്കപ്പെട്ടത്. 11 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേൽ രാജ്യത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ അവിടെ പ്രവചന ശുശ്രൂഷ നടത്തിയ ഏലീശയെക്കുറിച്ച് മാത്രമല്ല 3 മറ്റു പ്രവാചകന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. യോന, ആമോസ്, ഹോശയ. ഈ 3 പ്രവാചകന്മാരെക്കുറിച്ചും ആ 11 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ കാണാം. ഒരുപക്ഷെ ഈ 11 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുന്ന കൂട്ടത്തിൽ യോനയുടെ പ്രവചനവും ആമോസിൻ്റെ പ്രവചനവും ഹോശയുടെ പ്രവചനവും എടുത്ത് വായിച്ചാൽ കുറേ കൂടെ വ്യക്തമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. 18 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിൽ യഹൂദയുടെ രാഷ്ട്ര ഭരണ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹൂദ ബാബിലോൺ പ്രവാസത്തിലേക്ക് പിന്നീട് പോകുന്നതും അവിടെയും പ്രവാചകന്മാരുണ്ടായിരുന്നു. അവിടെ 8 പ്രവാചകന്മാർ യഹൂദയിൽ പ്രവചിച്ചുകൊണ്ടിരുന്നതായിട്ട് നമുക്ക് കാണാം. ഓബദ്യാവ്, യോവേൽ, യെശയ്യാവ്, മീഖ, നഹൂം, ഹബക്കുക്ക്, സെഫന്യാവ്, ഇരമ്യാവ്. അപ്പോൾ ഈ 8 പ്രവചന പുസ്തകങ്ങൾ ഈ 18 മുതൽ 25 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുന്ന സമയത്ത് എടുത്ത് വായിച്ചാൽ, ചേർത്ത് വായിച്ചാൽ കൃത്യമായിട്ട് എന്താണ് ഈ പുസ്തകങ്ങളിലുള്ളതെന്നും അവരെന്താണ് പ്രവചിച്ചതെന്നും ഗ്രഹിക്കാൻ നമുക്ക് കഴിയും. ആകെ എത്ര പ്രവചന പുസ്തകങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്? 17. എത്ര പ്രവാചകന്മാരുണ്ട്? 16 ഉള്ളൂ. കാരണം ഒരു പുസ്തകം ഇരമ്യാവ് തന്നെ എഴുതിയതാണ്, വിലാപങ്ങൾ. ഇരമ്യാവ് 2 പുസ്തകങ്ങൾ. അപ്പം 17 പുസ്തകങ്ങളുണ്ടെങ്കിലും 16 എഴുത്തുകാരേ ഉള്ളൂ. അതിൽ 11 പേരെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് 11 പ്രവാചകന്മാർ. 11 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേലിൽ 3 പ്രവാചകന്മാരും 18 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിൽ യഹൂദയിൽ 8 പ്രവാചകന്മാരും. അപ്പോൾ പിന്നെ ബാക്കി 5 പേരെ കാണാനുള്ളൂ. ആ 5 പേര് എവിടെയാണെന്ന് ചോദിച്ചാൽ പ്രവാസകാലത്ത് പ്രവചിച്ച 2 പേരുണ്ട്, യെഹെസ്കേലും ദാനിയേലും. അത് കഴിഞ്ഞിട്ട് പ്രവാസകാലത്തിന് ശേഷം പ്രവചിച്ച ഹഗ്ഗായി, സെക്കരിയാവ്, മലാഖി. അപ്പോൾ അതും കൂടെ ചേരുമ്പോൾ ഈ 16 പ്രവാചകന്മാരെയും. അതുകൊണ്ട് പ്രവാചകന്മാരെ ഫിക്സ് ചെയ്തിട്ട് ചരിത്രത്തിനകത്ത് അവരെവിടെ കറക്റ്റായിട്ട് ചേരുമെന്നുള്ളത് മനസ്സിലാക്കി ചേർത്ത് വായിച്ചാൽ ബൈബിൾ പഠനം കുറേ കൂടെ അർത്ഥപൂർണമാകും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കിനി ഇസ്രായേൽ ഭരിച്ച 19 രാജാക്കന്മാരെ എന്ന് നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവുമല്ലോ. യഹൂദ ഭരിച്ച 20 രാജാക്കന്മാരെന്നും പറഞ്ഞത് ഓർമ്മയുണ്ടാവുമല്ലോ. 250 കൊല്ലവും 300 വർഷവും. അപ്പോൾ അതിൽ ഈ 19 രാജാക്കന്മാരിൽ 8 പേരെക്കുറിച്ച് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. 11 പേരെക്കുറിച്ച് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ. യഹൂദ ഭരിച്ച 20 രാജാക്കന്മാരിൽ 4 പേരെക്കുറിച്ച് 1 രാജാക്കന്മാരിൽ, ഞാനത് പറഞ്ഞായിരുന്നു 1 രാജാക്കന്മാർ പറഞ്ഞപ്പോൾ. അപ്പോൾ ബാക്കി 16 പേരെക്കുറിച്ച് 2 രാജാക്കന്മാരിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ 2 രാജാക്കന്മാരിൽ ഇസ്രായേൽ ഭരിച്ച 11 രാജാക്കന്മാരെക്കുറിച്ചും യഹൂദ ഭരിച്ച 16 രാജാക്കന്മാരെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അത് തിരിച്ചെടുത്ത് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് സംഭവങ്ങളുടെ ഗതിയും, പ്രവാചകന്മാർ യഹൂദയിൽ പ്രവചിച്ചവരുണ്ട്, ഇസ്രായേൽ പ്രവചിച്ചവരുണ്ട്, അതും ചേർത്ത് പഠിക്കുമ്പോഴാണ് ബൈബിൾ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. വേറൊരു കാര്യം ഓർത്തിരിക്കേണ്ടത്, നേരത്തെ പറഞ്ഞതാണ്, ഇസ്രായേൽ ഭരിച്ച എല്ലാ രാജാക്കന്മാരും അവർ പല കുടുംബങ്ങളിൽ നിന്ന് വന്നവരും എല്ലാം ഈവിൾ റൂളേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. മോശമായ ഭരണം നടത്തിയവരാണ്. മോശം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ദൈവത്തെ വിട്ടുമാറി പാപം ചെയ്യുകയും പാപം ചെയ്യിക്കുകയും. എന്നാൽ യഹൂദ ഭരിച്ച രാജാക്കന്മാരെല്ലാം ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നത്, ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്ന്. ആ കുടുംബത്തിലുള്ള ഭരണകർത്താക്കളുടെ കൂട്ടത്തിൽ നല്ലവരും ഉണ്ടായിരുന്നു, ചീത്ത ആളുകളും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ദൈവത്തെ അനുഗമിച്ചവരുമുണ്ട്, ദൈവത്തെ വിട്ടുകളഞ്ഞവരും ഉണ്ട്. അത് തിരിച്ച് എടുത്ത് ചരിത്രം പഠിക്കുമ്പോൾ വളരെ പ്രയോജനകരമാകും എന്ന് ഓർക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ആശയം 2 രാജാക്കന്മാരിലുള്ളത് ഒറ്റ വാക്കിൽ പറയാമോ എന്ന് ചോദിച്ചാൽ, അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചന, യഹോവയുടെ വചനപ്രകാരം. ഞാൻ ചില വാക്യങ്ങൾ വായിപ്പിക്കട്ടെ. 1:17, 2 രാജാക്കന്മാർ 1:17.
ഏലിയാവ് പറഞ്ഞ യഹോവയുടെ വചനപ്രകാരം തന്നെ. യഹോവയുടെ വചനപ്രകാരം തന്നെ. ഇതിങ്ങനെ ആവർത്തിക്കുന്നത് 10:10, 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, യഹോവയുടെ വചനപ്രകാരം തന്നെ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, യഹോവയുടെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമായില്ല എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അവൻ അരുളി ചെയ്തത് അവൻ നിവർത്തിച്ചു. യഹോവ തന്റെ ദാസനായ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിച്ചിരിക്കുന്നു. അരുളി ചെയ്തത് നിവർത്തിച്ചിരിക്കുന്നു, വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുകയില്ല. 17:23 ഇതാണ് പ്രധാന ആശയം എന്ന് ഗ്രഹിക്കാൻ വേണ്ടിയാണ് ഈ വാക്യങ്ങൾ വായിപ്പിക്കുന്നത്. 17:23 അവർ അവയെ വിട്ടുമാറായികയാൽ യഹോവ പ്രവാചകന്മാരായി തന്റെ സകല ദാസന്മാരും മുഖാന്തരം അരുളി ചെയ്ത പ്രകാരം. യഹോവ പ്രവാചകന്മാരായ തന്റെ സകല ദാസന്മാരും മുഖാന്തരം അരുളി ചെയ്ത പ്രകാരം, അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. 24:24 24-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, പ്രവാചകന്മാരായ തന്റെ ദാസന്മാർ മുഖാന്തരം യഹോവ അരുളി ചെയ്തിരുന്ന വചനപ്രകാരം. പ്രവാചകന്മാരായ തന്റെ ദാസന്മാർ മുഖാന്തരം യഹോവ അരുളി ചെയ്തിരുന്ന വചനപ്രകാരം. സോ അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ദ ലോർഡ്, യഹോവയുടെ വചനപ്രകാരം എന്നുള്ളത് ആവർത്തിച്ച് ഈ പുസ്തകത്തിലെ അധ്യായങ്ങളിൽ വരുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട സന്ദേശം എന്താണ് ഈ പുസ്തകത്തിൻ്റെതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, പാപികളെയും വിശുദ്ധന്മാരെയും കുറിച്ചുള്ള ദൈവവചനം ഉറപ്പുള്ളതും നിശ്ചയമുള്ളതുമാണ്. ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരമാണ് എല്ലാം നടക്കുന്നതെങ്കിൽ അത് പാപികളെ സംബന്ധിച്ചും വിശുദ്ധന്മാരെ സംബന്ധിച്ചും വചനം നിവൃത്തിയാകും. ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ വേർഡ് ഓഫ് ദ ലോർഡ് ബോത്ത് ടു ദ സെയിൻസ് ആൻഡ് ദ സിന്നേഴ്സ് ഷുവർ ആൻഡ് സർട്ടൺ. മനസ്സിലായോ? പാപിക്കും പരിശുദ്ധനും ദൈവത്തിൻ്റെ വചനം ഉറപ്പാണ്. ദൈവം എന്ത് പറഞ്ഞു അതങ്ങനെ തന്നെ സംഭവിക്കും, അതിന് യാതൊരു മാറ്റവും വരികയില്ല. ഒരു പക്ഷേ സദൃശ്യവാക്യം 29:18 ഈ 2 രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുന്നതിനൊരു കുറിവാക്യമായിട്ട് എടുക്കാൻ പറ്റും. വെളിപ്പാടില്ലാത്തയിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു, ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. വേർ ദർ ഈസ് നോ വിഷൻ ദ പീപ്പിൾ പെറിഷ്. ദർശനമില്ലാത്തത് കൊണ്ടാണ്, വെളിപ്പാടില്ലാത്തത് കൊണ്ടാണ് ജനം മര്യാദ വിട്ട് നടക്കുന്നത്. ഈ ജനം മര്യാദ വിട്ട് നടക്കാൻ ഇടയായത് ദർശനമില്ലാത്തതുകൊണ്ടാണ്. 29 സദൃശ്യവാക്യം 29:18. വെളിപ്പാടില്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു, ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. അപ്പം വിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയതെന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? വേർ ദർ ഈസ് നോ വിഷൻ ദ പീപ്പിൾ പെറിഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ദർശനം വേണമെന്നല്ല പറഞ്ഞത്. രണ്ടാമത്തെ ലൈനിൽ പറഞ്ഞല്ലോ, ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവൻ ഭാഗ്യവാൻ. ദൈവവചനമാണ് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ദ ലോർഡ്. അപ്പോൾ നമുക്ക് ദർശനമുണ്ടെങ്കിൽ നാം ദൈവം പറഞ്ഞത് കേൾക്കും, ദൈവം പറഞ്ഞതിനനുസരിച്ച് ശുശ്രൂഷ ചെയ്യും എന്ന് ഓർത്തിരിക്കുക. ഈ പുസ്തകത്തിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിട്ട്, ആദ്യം പറഞ്ഞതുപോലെ ഏലീശയുടെ ശുശ്രൂഷ, 66 വർഷം നീണ്ട ഏലീശയുടെ ശുശ്രൂഷ, അദ്ദേഹം ചെയ്ത 16 അത്ഭുതങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഏലിയാവിനോട് ബന്ധപ്പെടുത്തി പഠിക്കുമ്പോൾ ഏലിയാവിനെ പോലെ തന്നെ എ പ്രോഫറ്റ് ഓഫ് ഡീഡ്സ്, അല്ലേ? എഴുതിയ ആളല്ല, പ്രവർത്തിച്ച ആളാണ്. പുസ്തകമൊന്നും എഴുതിയിട്ടില്ല ഏലീശ, പക്ഷേ ഏലിയാവ് ചെയ്തതുപോലെ തന്നെ അതിനേക്കാൾ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും പ്രവൃത്തി വഴി തൻ്റെ ദൈവത്തിൻ്റെ പ്രവാചകനാണെന്നും തന്നെ ഏൽപ്പിച്ച ദൗത്യം എന്താണെന്നും വെളിപ്പെടുത്തിയ ആളാണ്. ഏലീശയെക്കുറിച്ച് അതുകൊണ്ട് പഠിക്കണം. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ് ഈ പുസ്തകത്തിൽ നിന്ന്. ഒന്നാമത്, യഹൂദ ഭരിച്ച നല്ല രാജാക്കന്മാരും ചീത്ത രാജാക്കന്മാരും ഉണ്ടെന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ. നല്ല രാജാക്കന്മാരിൽ ഒരാളായിരുന്നു ഹിസ്കിയാവ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനായ മനശ ഏറ്റവും മോശം രാജാക്കന്മാരിൽ ഒരാളായിരുന്നു. അതുകൊണ്ട് അപ്പൻ നല്ലതായതുകൊണ്ട് മകൻ നന്നായിരിക്കണമെന്ന് നിർബന്ധമില്ല എന്ന്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഗ്രഹിച്ചോ? 21-ാം അധ്യായം വായിച്ചാൽ മതി. ഏറ്റവും നല്ല രാജാക്കന്മാരിൽ ഒരാളാണ് ഹിസ്കിയാവ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ മനശ ഏറ്റവും മോശം രാജാക്കന്മാരിൽ ഒരാളായി മാറി എന്ന് മറന്നു പോകരുത്. മൂന്നാമത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, യോശിയാവ് എന്ന് പറയുന്ന രാജാവ് ദൈവത്തെ പിൻപറ്റിയ ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത 23-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ എടുത്തു പറയുന്നുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അവനെപ്പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ 23:25 23-25 അവനെപ്പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ മോശയുടെ ന്യായപ്രമാണമൊക്കെയും യഹോവയെങ്കിലേക്ക് തിരിഞ്ഞ ഒരു രാജാവ് മുമ്പുണ്ടായിട്ടില്ല, പിമ്പൊരുത്തൻ എഴുന്നേറ്റിട്ടുമില്ല. അവനെപ്പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ മോശയുടെ ന്യായപ്രമാണ പ്രകാരമൊക്കെയും
യഹോവയിങ്കലേക്ക് തിരിഞ്ഞ ഒരു രാജാവ് മുമ്പുണ്ടായിട്ടില്ല, പിമ്പ് ഒരുത്തനും എഴുന്നേറ്റിട്ടുമില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ ഈ രാജാവിനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ യോശിയാവ് എന്ന് പറയുന്ന രാജാവിൻ്റെ പ്രത്യേകതയാണ് അവനെപ്പോലെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവം കൊടുത്ത ന്യായപ്രമാണ പ്രകാരം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ ഒരു രാജാവ് മുമ്പുണ്ടായിട്ടില്ല, പിന്നെ ഒരുത്തൻ അങ്ങനെ എഴുന്നേറ്റിട്ടുമില്ല. അതെന്തിനാ എടുത്ത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ചൊന്ന് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഗ്രഹിക്കാനുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദാവീദിനോട് ദൈവം ഒരു ഉടമ്പടി ചെയ്തിരുന്നു, നിനക്ക് ഞാനൊരു ഗൃഹം പണിയും എന്നൊക്കെ. യേശുക്രിസ്തുവിനെ തന്നെ എങ്ങനെ വിളിക്കുന്നത്? ദാവീദ് പുത്രൻ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ദാവീദിൻ്റെ ഈ വംശാവലി ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, യഹൂദ ഭരിച്ച എല്ലാ രാജാക്കന്മാരും എവിടെ നിന്ന് വന്നെന്നാണ് പറഞ്ഞത്? ഒരു കുടുംബത്തിൽ നിന്ന്. പക്ഷെ ആ കുടുംബത്തെ ഇല്ലാതാക്കാനായിട്ട് പിശാച് ഒരു വലിയ തന്ത്രം ആവിഷ്കരിച്ചിരുന്നു. ദൈവം അതിനെ അതിജീവിച്ചു. അത് 11-ാം അധ്യായത്തിലാണ് വിവരിക്കുന്നത്. നമ്മൾ പഠിക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ മാത്രം വായിച്ചാൽ ആ കാര്യം പിടികിട്ടും. അഹസ്യാവിൻ്റെ അമ്മയായ അഥല്യ തന്റെ മകൻ മരിച്ചുപോയി എന്ന് കണ്ടപ്പോൾ എഴുന്നേറ്റ് രാജസന്തതിയെ ഒക്കെയും നശിപ്പിച്ചു. രാജസന്തതിയെ ഒക്കെയും നശിപ്പിച്ചു. എന്നാൽ യോരാം രാജാവിന്റെ മകളും അഹസ്യാവിന്റെ സഹോദരിയുമായ യഹോശേബ കൊല്ലപ്പെടുന്ന രാജാക്കന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യാവിന്റെ മകനായ യോവാശിനെ മോഷ്ടിച്ചെടുത്ത്, ഒരു കുഞ്ഞിനെ മോഷ്ടിച്ചെടുത്ത് അവനെയും അവന്റെ ധാത്രിയെയും അഥല്യ കാണാതെ ഒരു ശയനഗൃഹത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു. അതുകൊണ്ട് ഒരു ബെഡ്റൂമിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു. അതുകൊണ്ട് അവനെ കൊല്ലുവാൻ ഇടയായില്ല. അതുകൊണ്ട് അവനെ കൊല്ലുവാൻ. കണ്ടോ, ദൈവം വളരെ കെയർഫുള്ളായിട്ട് ആ കുടുംബത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരാതിരിക്കാനായിട്ട് ഒരു രക്ഷ പ്രത്യേകം അയച്ചത്. രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതിവിടെ ആ കുഞ്ഞും പോയിരുന്നെങ്കിൽ ദാവീദിൻ്റെ കുടുംബം കട്ട് ഓഫ് ആയി പോയനേയും. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ, ചരിത്രത്തിലുള്ള ഇടപെടൽ നമുക്ക് കാണാൻ കഴിയേണ്ടതാണ്. ഈ അധ്യായം നിങ്ങൾ പ്രത്യേകം വായിക്കണം. അതുപോലെ തന്നെ ഈ രാജാക്കന്മാരൊക്കെ ന്യായപ്രമാണത്തിൻ്റെ ഒരു കോപ്പി എഴുതി കയ്യിൽ വെക്കണമെന്നൊക്കെ ദൈവം പറഞ്ഞിരുന്നു. പക്ഷേ ന്യായപ്രമാണമൊക്കെ കൈവിട്ടു പോയിരുന്നു. ഒരു പകർപ്പ് ഒരു രാജാവ് കണ്ടെത്തുന്നുണ്ട്. അതാണ് പിന്നീട് പ്രയോജനകരമായത്. 22-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് അതിന് ആധാരം. 8-ാം വാക്യം മാത്രം നമുക്ക് വായിക്കുകയാണെങ്കിൽ, മഹാപുരോഹിതനായ ഹിൽക്കിയാവ് രായസക്കാരനായ രാഫാനോട്, ഞാൻ ന്യായപ്രമാണ പുസ്തകം യഹോവയുടെ ആലയത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. ന്യായപ്രമാണ പുസ്തകം യഹോവയുടെ ആലയത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. യോശിയാവിന്റെ കാലഘട്ടത്തിൽ അത് സംഭവിച്ചത്. അത് കിട്ടിയപ്പോഴാണ് 23-ന്റെ 25 ഓർക്കുന്നുണ്ടല്ലോ, ആ ന്യായപ്രമാണം വായിച്ചു കേട്ടു. അത് വായിച്ചപ്പോൾ അദ്ദേഹം ഒരു തൂണ് ചാരി നിൽക്കുകയായിരുന്നു. അതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പോഴാണ് അതനുസരിച്ച് നടക്കാൻ അദ്ദേഹം തീരുമാനിച്ചത്. മുമ്പ് ഒരാളുണ്ടായിട്ടില്ല, പിമ്പൊരുത്തിന് എഴുന്നേറ്റിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? പുസ്തകം കിട്ടിയത് കൊണ്ടാണ്. അപ്പം കയ്യിൽ വെക്കേണ്ടിയിരുന്നൊരു പുസ്തകം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ അതിൻ്റെ ഒരു കോപ്പി അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൃപയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ടാണ് ഈ പുസ്തകം നശിപ്പിക്കാൻ ആർക്കും ഒക്കുകയല്ല. ദൈവം പ്രത്യേക താല്പര്യമെടുത്ത് ഒരു പുസ്തകം അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നു. അത് കണ്ടെത്തി പിന്നീട് അതിൻ്റെ പ്രതികൾ എടുത്തിട്ടാണ്, കയ്യെഴുത്ത് പ്രതികൾ എടുത്തിട്ടാണ് ബാക്കിയുള്ളവർക്ക് അത് ഉപയോഗിക്കാനായിട്ട് പറ്റിയത് എന്നും ഓർക്കുക. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില പ്രയോഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. അതിലൊന്നാമത്തെ ഒരു പ്രയോഗം എന്ന് പറയുന്നത് മാൻ ഓഫ് ഗോഡ്. ഇപ്പം നമ്മൾ സ്ഥിരം പറയാറുണ്ട്, ഹീസ് എ മാൻ ഓഫ് ഗോഡ് എന്നൊക്കെ പറയാറില്ലേ? അദ്ദേഹം ഒരു ദൈവദാസനാണ്, ദൈവപുരുഷനാണെന്നൊക്കെ പറയുന്നത് വ്യാപകമായിട്ട് കേട്ടിട്ടില്ലേ? ഇത് ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, ഞാൻ ചില വാക്യങ്ങൾ മാത്രം വായിപ്പിക്കാം. 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നമുക്ക് ആദ്യം വായിക്കാം. 4-9 ദൈവപുരുഷൻ എന്നാണ് അവിടെ നമ്മൾ കാണുന്നത്. ദൈവപുരുഷൻ. അവൾ തൻ്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായൊരു ദൈവപുരുഷൻ എന്ന് ഞാൻ ദൈവപുരുഷൻ, മാൻ ഓഫ് ഗോഡ്. 5-15 5-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. പിന്നെ അവൻ തന്റെ സകല പരിവാരവുമായി ദൈവപുരുഷന്റെ അടുക്കൽ ദൈവപുരുഷൻ, അത് മാത്രം കണ്ടാൽ മതി. 20-ാം വാക്യം, 5-20. അവൻ അവനെ വിട്ട് കുറെ ദൂരം പോയ ശേഷം ദൈവപുരുഷനായ എലീശായുടെ, ഞാൻ വായിപ്പിക്കുന്നില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 36 പ്രാവശ്യമുണ്ട് ഈ ഒറ്റ പുസ്തകം. നിങ്ങൾ നോക്കിയാൽ ദൈവപുരുഷൻ എന്ന് 36 ടൈംസ്, 36 പ്രാവശ്യം. അപ്പോൾ അതിനകത്ത് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ബൈബിളിൽ ഏറ്റവും കൂടുതൽ ദൈവപുരുഷൻ എന്ന് ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ പുസ്തകത്തിലാണ്. മറ്റ് പല പുസ്തകങ്ങളിൽ പലയിടത്തൊക്കെ കിടപ്പുണ്ട്. പക്ഷെ 36 പ്രാവശ്യം ഒരു പുസ്തകത്തിൽ മാത്രം പറഞ്ഞിരിക്കുന്നത് 2 രാജാക്കന്മാർ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. കാരണം ദൈവപുരുഷൻ എന്ന പ്രയോഗം. അതുപോലെ തന്നെ നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്ന മറ്റൊരു പ്രയോഗമാണ്
അവൻ യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു. ഈ രാജാക്കന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ, അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ള, അതൊന്ന് കാണണം. 3:2 അവൻ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. 8:18 8-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. ആഹാബിന്റെ മകൾ അവന് ഭാര്യയായിരുന്നതുകൊണ്ട് അവൻ ആഹാബിന്റെ ഗൃഹം ചെയ്തതുപോലെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്ന് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇതിഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചിന്തിക്കരുത്, അനിഷ്ടമായത് മാത്രമേ ചെയ്തുള്ളൂ എന്ന് വിചാരിക്കരുത്. അത് ചില രാജാക്കന്മാരാണ്. എന്നാൽ യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു എന്നും പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമ്മളിതിൽ ചൂസ് ചെയ്യണം, അതിന് വേണ്ടിയാണ്. രണ്ടുമുണ്ട്. യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്ത ഒത്തിരി പേരുണ്ട്. 14:3 14-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, 15:3, 34, ഒരുപാട് വാക്യങ്ങളുണ്ട്. അവർ അവന്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. 18:3 ഇഷ്ടംപോലെ ഉണ്ട്. 18:3 ഇത് രണ്ടും നമ്മൾ കാണണം. യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു, യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു. അവൻ തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ കാണണം. ചില രാജാക്കന്മാര് ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു, എന്നാൽ മറ്റു ചിലർ ദൈവത്തിന് പ്രസാദമായിട്ടുള്ളത് ചെയ്തു. അപ്പോൾ ഇത് ദൈവം നോട്ട് ചെയ്യുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയാണ് ആ കാര്യം എടുത്തു പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രയോഗം എന്ന് പറയുന്നത് യഹോവയുടെ വചനം, വേർഡ് ഓഫ് ദ ലോർഡ്. ഇപ്പോഴും നമ്മളതും പറയാറുണ്ട്, യഹോവയുടെ വചനം. അതും ഒരു 24 പ്രാവശ്യമെങ്കിലും വരുന്നുണ്ട്. 1:17 1-ാം അധ്യായത്തിൻ്റെ, ഞാൻ 1-2 വായിപ്പിക്കുന്നുള്ളൂ, ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കണം. 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. എലിയാവ് പറഞ്ഞ യഹോവയുടെ വചനപ്രകാരം 4-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യം, 4:44. അങ്ങനെ അവൻ അവർക്ക് വിളമ്പി കൊടുത്തു യഹോവയുടെ വചനപ്രകാരം. 7:16 രണ്ടൊന്ന് സാമ്പിളായിട്ട് വായിപ്പിക്കുന്ന കേട്ടോ, നിങ്ങൾ പിന്നെ വായിച്ചു. അങ്ങനെ ജനം പുറപ്പെട്ട് ആരാം പാളയം കൊള്ളയിട്ടു യഹോവയുടെ വചനപ്രകാരം. അപ്പൊ ഇനി ഇതൊന്ന് പഠിക്കണം. യഹോവയുടെ വചനപ്രകാരം, യഹോവയുടെ വചനപ്രകാരം, എല്ലാം അവന്റെ വചനപ്രകാരം, അവന്റെ കൈ സാധ്യമാക്കുന്നതനുസരിച്ചാണ്. എന്നാൽ അവൻ പറയുന്നതിന് എഗൻസ്റ്റായിട്ട് പോകുമ്പോൾ ഈ പുസ്തകം വെളിപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്. യഹോവയുടെ കോപം. 13-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നോക്കിയേ. യഹോവയുടെ കോപം. പലപ്പോഴും ദൈവത്തിൻ്റെ അനിഷ്ടമായിട്ടുള്ളത് ചെയ്ത് ദൈവവചനം തള്ളിക്കളഞ്ഞു പോയപ്പോൾ യഹോവയുടെ കോപം വെളിപ്പെട്ട് വരുന്നു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബോത്തിന്റെ മകനായ യെരോബെയാമിന്റെ പാപങ്ങളെ വിട്ടുമാറാതെ അവയിൽ തന്നെ നടന്നു. ആകയാൽ യഹോവയുടെ കോപം. 17:18 ഞാൻ 1-2 വായിപ്പിക്കാൻ പറഞ്ഞതുപോലെ ബാക്കി നിങ്ങളുടെ പഠനത്തിന് വിടുകയാണ്. അത് നിമിത്തം യഹോവ ഇസ്രായേലിനോട് ഏറ്റവും കോപിച്ച്, ഇസ്രായേലിനോട് ഏറ്റവും കോപിച്ചു. ഇങ്ങനെ യഹോവയുടെ കോപം വെളിപ്പെട്ട് വരുന്നതും കാണാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 2 രാജാക്കന്മാരുടെ പുസ്തകം ചുരുക്കത്തിൽ സംക്ഷിപ്തമായിട്ട് പഠിച്ചു തീരുമ്പോൾ എന്താണ് ഈ പുസ്തകത്തിൻ്റെ സന്ദേശം എന്ന് ചോദിച്ചാൽ, ആരാധനയ്ക്കും ജീവിതത്തിനും ദൈവവചനപ്രകാരം ദൈവം നൽകിയ ഒരു നിലവാരമുണ്ട്. ശ്രദ്ധിക്കണേ, മെസ്സേജ് എന്താണെന്ന് പറയുകയാണ്. അതാണുകൊണ്ട് ഇപ്പോൾ ഈ മാൻ ഓഫ് ഗോഡെന്നും ദൈവവചനമെന്നും ഇഷ്ടമായതെന്നും അനിഷ്ടമായതെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? ചില പ്രയോഗങ്ങളെടുത്ത് പറഞ്ഞു, ദൈവം കോപിച്ചെന്നും ഒക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ആരാധനയ്ക്കും ജീവിതത്തിനും ദൈവവചനപ്രകാരം ദൈവം നൽകിയ ഒരു നിലവാരമുണ്ട്. ആ നിലവാരം തകർന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവപുരുഷന്മാരെ അയച്ചു. നിലവാരം തകർന്നപ്പോൾ, പ്രവാചകന്മാരെന്നൊക്കെ പറയുന്നത് മാൻ ഓഫ് ഗോഡ്, ദൈവപുരുഷന്മാരാണ്. അവരെ ദൈവം അയച്ചു. എന്നിട്ട് അവരെ എന്തിനാണ് അയച്ചത്? അവരെ അയച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ജനത്തെ മടക്കി ദൈവത്തെങ്കിലേക്കും ദൈവവചനത്തെങ്കിലേക്കും കൊണ്ടുവരുവാനായിട്ട്. അപ്പോൾ അവർ കൊടുത്ത സന്ദേശം എന്തായിരുന്നു? അവർ കൊടുത്ത സന്ദേശം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നമ്മൾ അതാ കേട്ടത്, ദസ് സേ ദ ലോർഡ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നാണ് അവർ വന്ന് പറഞ്ഞത്. എന്നാൽ അതും അനുസരിക്കാൻ അവർ പരാജയപ്പെട്ടപ്പോൾ ദൈവകോപം അവരുടെ മേൽ വരികയും ദൈവം അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ കാര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വചനം നിവൃത്തിയായി. എല്ലാറ്റിലും ദൈവത്തിൻ്റെ വചനം നിവൃത്തിയായി. മനുഷ്യൻ്റെ ആലോചന നിഷ്ഫലമായി. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, വെളിപ്പാടില്ലാത്തയിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. എന്നാൽ വെളിപ്പാടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം കാത്തുകൊള്ളും. പക്ഷെ ദൈവത്തിൻ്റെ ക്ഷമ ഓർക്കണേ, ന്യായപ്രമാണം കാക്കാതെ അവരവരുടെ വഴിക്ക് നടന്നപ്പോൾ മടക്കി ജനത്തെ കൊണ്ടുവരുന്നതിനായിട്ട് ദൈവം ധാരാളം പ്രവാചകന്മാരെ, ദൈവപുരുഷന്മാരെ അയച്ചു. അവരുടെ സന്ദേശം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ ഇപ്രകാരം പറയുന്നു എന്നല്ല, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതിലും പരാജയപ്പെട്ടപ്പോഴാണ്
ദൈവം കോപിച്ചതും അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തതും. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചന മാത്രമേ പ്രിവെയിൽ ചെയ്യുകയുള്ളൂ, മനുഷ്യൻ്റെ ആലോചന നിഷ്ഫലമാകും എന്നാണ് ഈ പുസ്തകത്തിൽ നിന്ന് നാം ഗ്രഹിക്കേണ്ടത്. അപ്പം 1 രാജാക്കന്മാരും 2 രാജാക്കന്മാരും ചേർത്ത് പഠിക്കുമ്പോൾ ഇവരുടെ രാജഭരണകാലവും പ്രവാസകാലവും നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. എല്ലാം ദൈവത്തിൻ്റെ വചനപ്രകാരമാണ് നിവൃത്തിയായതെന്ന് ഓർക്കാം. അതുകൊണ്ട് ഈ വചനം പ്രമാണിക്കുവാൻ നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.